ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 40 ഇയേഴ്സിന് ശേഷമുള്ള നമ്മുടെ ഒരു മേക്കപ്പ്. അപ്പോൾ ചോദിക്കും എന്തിനാണ് 40 ഇയേഴ്സിന് ശേഷം? ഒരുപാട് പേര് വിചാരിച്ചു വെച്ചിട്ടുണ്ട് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്, മേക്കപ്പ് ചെയ്യുമ്പോഴത്തേൽ എപ്പോഴും നമ്മുടെ നാച്ചുറലായിട്ടുള്ള സൗന്ദര്യം മാത്രമേ നമുക്ക് പുറത്ത് വരാവുള്ളൂ, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ദൈവം സൃഷ്ടിച്ച ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യത്തോടു കൂടിയാണ്. പക്ഷെ നമുക്ക് ഉള്ളതിനെ നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും കുറച്ചൊന്ന് നമ്മുടെ ഒരു ബ്യൂട്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുമാണ് മേക്കപ്പ് ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും മേക്കപ്പ് ഉപയോഗിക്കുന്നത്, ഞാൻ ഒത്തിരി അങ്ങ് മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും ഞാൻ കുറച്ച് മേക്കപ്പ് ഉപയോഗിക്കും. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ അതെൻ്റെ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പോൾ മടി പിടിച്ചിരിക്കുമ്പോഴത്തേലും ഞാൻ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ലൈറ്റ് മേക്കപ്പ്, പിന്നെ ചിലപ്പം നിങ്ങളുടെ മുമ്പേ വീഡിയോസിന് വരുമ്പോഴത്തേലും ചെറിയതായിട്ട് കുറച്ചും കൂടെ ഒരു മീഡിയം മേക്കപ്പ്, പിന്നെ ചിലപ്പോൾ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ മേക്കപ്പ്, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ, എനിക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയ അറിവുകളോ ഒന്നുമില്ല. ബട്ട് ആഫ്റ്റർ 40s ഞാൻ പറയുന്നത് നമ്മുടെ സ്കിൻസിനൊക്കെ കുറച്ച് റിങ്കിൾസും കുറച്ച് പിഗ്മെൻറ്റേഷനും ടാനും ഇങ്ങനെയൊക്കെ കുറേ വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങനെയുള്ള സ്കിൻ കെയറും ചെയ്യുക. കുറച്ച് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേലും ഒരു ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ കൊടുത്തിട്ട് പോകുമ്പം നമ്മുടെ ഫേസിനെ കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ടും കുറച്ച് കുറച്ച് ഒരു അട്രാക്റ്റീവായിട്ടും വെക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ കാണുന്ന നമ്മുടെ സ്വന്തം രൂപത്തിൽ നിന്നും നമ്മൾ കുറച്ചൊന്ന് ഒരു മേക്കപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോഴത്തേൽ അത് എപ്പോഴും നമുക്ക് തന്നെ നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന മേക്കപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ എനിക്കറിയാവുന്ന മേക്കപ്പ്, ഞാൻ ചെയ്യുന്ന മേക്കപ്പ് നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരിതുണ്ട്, മീൻസ് നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു സിറ്റ് ഡൗൺ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ മേക്കപ്പ് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങാം. ഇപ്പോൾ കണ്ടോ, എൻ്റെ ഫേസ് ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ നാച്ചുറൽ ഫേസ്. അപ്പോൾ അപ്പം ഇങ്ങനെയല്ലേ ഫേസ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടേക്കാം. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ തന്നെ മേക്കപ്പ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ മേക്കപ്പ് തുടങ്ങാൻ പോവാണ്. മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അതിനുശേഷം വേണം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട്, ഇപ്പം ഞാൻ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ, അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഒരെണ്ണം മുരാദിൻ്റെയാണ്, ഒരെണ്ണം എനിക്ക് മോള് തന്നതാണ്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ ഇത് കഴിയുമ്പോഴത്തേൽ അതിൽ ഞാൻ പറയാവേ ഫേസ് വാഷ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം ഞാനിപ്പം എൻ്റെ ഫേസ് ക്ലീനാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു സിറം അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം മേക്കപ്പിന് മുന്നായിട്ട് ഞാൻ സിറം ഒക്കെ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് ഞാനിതാ ഒരു ടോണറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ടോണർ എപ്പോഴും നമ്മുടെ ഫേസിലുള്ള കുറച്ച് ഇതായിട്ടുള്ള നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് ഇത് സോഫ്റ്റ് ആക്കാനും പിന്നെ പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനും മേക്കപ്പ് കുറച്ചും കൂടെ ഇതായിട്ടിരിക്കാനും മേക്കപ്പ് കൊണ്ട് വേറെ ഫേസിനൊരു ദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോണർ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ ടോണർ മോള് തന്നതാണ്. അപ്പോൾ ഞാൻ ടോണറിൻ്റെ പേര് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്തോ പ്യാങ്കാങ് യൂളെന്നോ
പ്യങ്കാങ് യൂൾ എന്നങ്ങാണ്ട് കൊറിയനാണ് കേട്ടോ, കൊറിയനാണ്, പേരൊന്നും വായിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതാണ്, അത് ഇവിടെ കിട്ടുന്നതല്ല, മോള് കാനഡയിൽ നിന്ന് മേടിച്ചു തന്നതാണ്. അപ്പോൾ ആ ടോണറാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാം. അപ്പം അത് ഒരു 2-3 ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് ഫേസിൽ ഇതാക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കേട്ടോ കഴുത്തിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കമ്മൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്ക് മടിയാട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് സിറം. അപ്പോൾ എൻ്റെ സിറം ഇതാണ്, ഇതാണ് കേട്ടോ സിറം. ഇതൊക്കെ മക്കള് മേടിച്ച് തന്ന സിറംസ് ആണ്. ഞാനും ഇവിടെ സിറം ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ സിറം കഴിഞ്ഞു പോയി. അപ്പൊ മോളിപ്പം മേടിച്ച് തന്ന വിട്ട. ഇപ്പൊ ഞാൻ US പോയിട്ട് വന്നില്ലേ, അപ്പൊ അവിടെ നിന്ന് മോൾ എന്നെ കാണാൻ വന്നപ്പോഴത്തേല് അവർ രണ്ടുപേരും കൂടെയൊക്കെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു തന്നു. അതിലൊന്നാണ് ഈ സിറം. ഇതിന്റെയൊക്കെ പേരുണ്ടല്ലോ, എന്തോന്ന്, സെന്റല അൺസെന്റഡ് സിറം, ഇതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരുപാട് സിറംസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ഇപ്പൊ വില കൂടിയത് കൊണ്ട് എപ്പോഴും ഞാൻ ഒരിക്കലും ഈ കുറഞ്ഞ സിറംസ് വാങ്ങിക്കാനായിട്ട് പറയത്തില്ല. കാരണം നമ്മുടെ ഫേസിലും ബോഡിയിലും ഉപയോഗിക്കുന്നതൊക്കെ എപ്പോഴും നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ളതും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നല്ലേ, അത് നമ്മൾ നന്നാക്കാൻ വേണ്ടി ചെയ്തിട്ട് അത് കൂടുതൽ മോശമായി പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഞാന് ഇത് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സിറവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. മോയ്സ്ചറൈസർ ഓട്ട് ഇൻ കാമിങ് ജെൽ ക്രീം എന്നുള്ള മോയ്സ്ചറൈസർ ആണ്. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ മക്കള് മേടിച്ചു തരുന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര, ഞാനിപ്പോ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നു. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു നല്ല സിറമാണ് കേട്ടോ. അപ്പോ അത് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും. മീൻസ് ഡ്രൈനെസ് ഒക്കെ മാറി. ഇപ്പൊ നമ്മൾ ഒരു 40 ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേത് എത്ര നോർമൽ സ്കിന്നാണ്, ഓയിലി സ്കിൻ എന്ന് പറഞ്ഞിരുന്നാലും, നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാത്ത സ്കിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എപ്പോഴും ഡ്രൈനെസ് ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു മോയ്സ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോ ഞാൻ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു മിനിറ്റോ 2 മിനിറ്റോ അതൊന്ന് ഇത് ചെയ്യാനായിട്ട്, മീൻസ് അതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിട്ടേക്കുക. ഇതിപ്പോ ഏതാണ്ട് ഡ്രൈ ആയി കണ്ടോ. അപ്പൊ ഫേസ് നന്നായിട്ട് നമ്മളതൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ മോയ്സ്ചറൈസറും ഇതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് പ്രൈമറാണ് കേട്ടോ. പ്രൈമർ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്നത് മാക്കിന്റെ പ്രൈമറാണ്. പക്ഷെ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം എൽഫിന്റെ പ്രൈമറാണ് കേട്ടോ. അപ്പൊ എൽഫിന്റെ പ്രൈമറാണ് ഞാനിപ്പോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതും ഇങ്ങനെ ഇത് കണ്ടോ, ഇത് ഇത്രയും മതി, ധാരാളം മതി. അപ്പൊ അത് നന്നായിട്ട് അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മേക്കപ്പിന് മുമ്പായിട്ട് എപ്പോഴും നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ നല്ല ഈവൻ ആവാനും സ്കിന്നിന് കുറച്ച് ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി നല്ല എന്താ പറയുന്നത്, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടും ഒക്കെ കിട്ടാനും, മേക്കപ്പ് ഒക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കാതെ ഒക്കെ ഇരിക്കാനായിട്ട് ഈ പ്രൈമർ ഒത്തിരി സഹായിക്കും. അപ്പൊ പ്രൈമർ കഴിഞ്ഞു.
ഞാനിത് കുറച്ച് ഇതായിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സിറ്റ് ഡൗൺ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് മാക്കിന്റെ തന്നെ സ്ട്രോബ് ക്രീമാണ് കേട്ടോ, സ്ട്രോബ് ക്രീം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേല് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പം അതും ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഒരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റോ കാര്യമോ ഒന്നല്ല. എനിക്കറിയാവുന്ന മേക്കപ്പ് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന കേട്ടോ, ജെന്യൂൻ ആയിട്ട്. അല്ലാതെ ഞാൻ ഇതിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടിട്ട് ഒന്നും പറയരുത്. കാരണം ഞാൻ അത്രയും പഠിച്ച് ഇങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഒന്നും പഠിച്ചിട്ടുള്ള ആളൊന്നും അല്ല. ഞാൻ അങ്ങനെ മുമ്പ് മേക്കപ്പ് ചെയ്യുന്ന ഒരാളും ആയിരുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒരു ബേബി പൗഡർ ഇട്ടിട്ട് പോവുക, അതായിരുന്നു എൻ്റെ മേക്കപ്പ്. പക്ഷെ ഇപ്പോ ആഫ്റ്റർ 40 എൻ്റെ മക്കള് എന്നെ നിർബന്ധിക്കും. ഒരു 10-35 വയസ്സ് കഴിഞ്ഞപ്പോഴേ മക്കൾ എപ്പോഴും വഴക്ക് പറയും, അമ്മ ഇങ്ങനെ നടന്നാ പോരാ, അമ്മ ഇത്തിരി മേക്കപ്പ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞ് അവരാണ് എനിക്ക് സാധനങ്ങളൊക്കെ മേടിപ്പിക്കുന്നത് കേട്ടോ എന്നെ കൊണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ പ്രൈമറും കൂടി സ്ട്രോബ് ക്രീമും ഇട്ട് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫൗണ്ടേഷനാണ്. ഞാൻ മാക്കിന്റെ തന്നെയാണ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ഉണ്ടല്ലോ, ഇത് എൻ്റെ സ്കിന്നിൻ്റെ ഒന്നും ഒരു പൊടി ഡാർക്കാണ് കേട്ടോ. അപ്പൊ ഞാന് ഇപ്പോ ഇത് നമ്മളെപ്പോഴും സ്കിന്നിൻ്റെ കറക്റ്റ് കളറിലാണ് എടുക്കേണ്ടത്. പക്ഷെ ഇത് ഒരു പൊടി ഡാർക്കായി പോയി. ഫൗണ്ടേഷനൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. ഒരുപാടൊന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലായിട്ട് അത് ആകെ മോശമാവും നമ്മുടെ ഫേസിന്. അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എടുത്തത് ഒരു ഇത്തിരി കൂടിപ്പോയി. ഞാൻ അതിലോട്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്യാൻ നോക്കും കേട്ടോ. ഞാൻ ഒരു പൊടിക്ക് എടുത്തിട്ടുണ്ട്, ഇത്ര എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, എൽഫിന്റെ ഗ്ലോ ക്രീമാണിത്. ഇത് ഞാൻ അവിടുന്ന് തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോഴത്തേല് നമ്മുടെ ഈ ഫൗണ്ടേഷനും ഗ്ലോ ക്രീമും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേല് ഫേസിന് നന്നായിട്ട് ഒരു ഗ്ലോ കിട്ടും. അപ്പോ അതും ഞാൻ ഒരു അല്പം ഇതിൽ കൂടെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത്രയും മതി, ഒരു ഡ്രോപ്പൊക്കെ മതി. ഇതൊന്നും കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഞാൻ ചെയ്യുന്നത് ഒരു എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ വേറെ ഞാൻ അന്ന് മേടിച്ചപ്പോഴത്തേലും ഇത് കുറച്ച് ഡാർക്കായി പോയി എന്ന് അവിടെ പോയി പറഞ്ഞപ്പോൾ അവിടുത്തെ ആ സ്റ്റാഫ് എനിക്ക് ഒരിത്തിരി തന്നിട്ടുണ്ട്. എന്താ ഇത്രയും ഫൗണ്ടേഷനും കൂടെ എടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ഇത് തന്നെ ഓവറായി കേട്ടോ. ഇപ്പൊ തന്നെ ഇത് കണ്ടോ, ഇത് തന്നെ ഓവറായി കഴിഞ്ഞു. ഇത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഒന്ന് നമ്മൾ വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അവിടെ ആയിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അയ്യോ, ഫൗണ്ടേഷന് മുന്നായിട്ട് കൺസീലർ ഇടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനത് ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ടിടാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഫൗണ്ടേഷൻ ഇടുമ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലും കൂടെയൊക്കെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും. ചെവിയിലും കൂടെ ഇട്ട് വെക്കുക. അപ്പൊ ഇതായി. ഇനി ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈ കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഫൗണ്ടേഷന്റെ ബ്രഷ് ഉണ്ട്. ഇത് മാക്കിന്റെ ബ്രഷ് തന്നെയാണ്. മാക്കിന്റെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് ഈവനാക്കി എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇതാക്കി ഇത് എന്താ പറയുന്നത്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
അപ്പൊ മേക്കപ്പ് ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് നോക്കിയിട്ട്. കാരണം തീരെ ബോറ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കുറേ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് വരില്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, തീരെ അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് കണ്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ ആരും മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഇതായിട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പൊ തന്നെ സ്കിന്നിൽ വരുന്ന ആ മാറ്റം കണ്ടോ? നേരത്തെ എൻ്റെ സ്കിന്നും ഇപ്പോഴത്തെ എൻ്റെ സ്കിന്നും കൂടെ നോക്കി. അപ്പൊ ചെവിയുടെ ബാക്കിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലൊക്കെ നന്നായിട്ട്, കഴുത്തിന്റെ ചുറ്റുമൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇതാ ഈ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഏതാണ്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് ഫേസിലൊക്കെ. പിന്നെ അത് പോരാന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേലും ഞാനിതാ ഇത് കണ്ടോ, ഇത് വെച്ചിട്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മേക്കപ്പ് സ്പഞ്ചാണ്. ഇത് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു എളുപ്പമൊക്കെ നമ്മൾ നോക്കത്തില്ലേ, അങ്ങനെ എൻ്റെ എളുപ്പം നോക്കിയിട്ട് ഞാൻ ആ ബ്രഷ് വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ച് എളുപ്പം. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതാ ഇതിപ്പം ആയിട്ടുണ്ട്, എല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് കൺസീലർ ഇടുക എന്നുള്ളതാണ്. എൻ്റെ കണ്ണിൻ്റെ ചുറ്റിനും കണ്ടോ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഐ ബാഗ് ഉണ്ട് കണ്ടോ. ഈ ഐ ബാഗ് ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കൺസീലർ ഉപയോഗിക്കുന്നത്. അപ്പൊ കൺസീലർ ഉപയോഗിക്കുന്നതിന് മുമ്പേ ഈ ഒരു കളർ കറക്റ്ററാണിത്. ഇത് വെച്ചിട്ടൊന്ന് നമ്മുടെ കളർ ഒന്ന് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കൺസീലർ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ കറക്റ്റ് ടോണിൽ കിട്ടും. അപ്പൊ എന്താ ഒക്കെ ഒരു ഡ്രോപ്പ് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇതൊന്ന് ഇനി ഇത് ചെയ്യട്ടെ. ഇത് വെച്ചിട്ട് തന്നെ അപ്പൊ അതൊക്കെ കുറച്ച് ഒരു ഡ്രോപ്പ് ഒക്കെ തന്നെ ഉള്ളൂ. നമ്മൾ വിചാരിക്കും മേക്കപ്പ് എന്ന് പറയുന്നത് വാരി പൊത്തുന്ന ഒരു സാധനമാണെന്ന്. ഒരിക്കലും അല്ല. നമുക്കൊക്കെ ഇപ്പോഴത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ്. അപ്പൊ കളർ കറക്റ്റർ ഇട്ടു. ഇനി കൺസീലർ ഉപയോഗിക്കാം. ഇവന്റെ കൺസീലർ. അപ്പൊ ഇതാണ് കൺസീലർ. ഇത് നിക്സിന്റെ ആണ് കേട്ടോ കൺസീലർ. എൻ്റെ കയ്യിൽ മാക്കിന്റെ കൺസീലർ ഉണ്ട്, പിന്നെ ഹുദ ബ്യൂട്ടിയുടെ കൺസീലർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ്. ഇത് മോള് തന്നാണ് ഫസ്റ്റ് ടൈം. ഇതിങ്ങനെ ക്രീമാണ്. അപ്പൊ അതൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാവും ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തില്ല. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. കണ്ണാടിയിലും കൂടെ നോക്കുക കേട്ടോ. ഞാൻ അല്ലാതെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേ എനിക്കിത് എടുത്തു തരാൻ ആരുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഇത് വെച്ചിട്ടേ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കണ്ണാടിയിലും കൂടെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ണാടി അപ്പുറത്താട്ടോ. അപ്പൊ കൺസീലറൊക്കെ ഇട്ടു കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി പ്രത്യേകിച്ച്
വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇത് ട്രാൻസ്ലൂസൻ പൗഡർ ആണ് കേട്ടോ, ട്രാൻസ്ലൂസൻ പൗഡർ. അപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏതിൻ്റെയാ കമ്പനി മറന്നു, ഇതിൽ കാണുന്നില്ല. ഇത് ഹുദ ബ്യൂട്ടിയോ അങ്ങനെ ഏതാണ്ട് കമ്പനിയാണ് കേട്ടോ, എനിക്ക് പേര് ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഈ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കഴുത്തിലാണ് ഞാൻ ആദ്യം ചെയ്ത് പോകുന്നത്. കഴുത്തിൽ ഇല്ലെങ്കിൽ ഞാൻ കഴുത്ത് മറന്നു പോകും, അതാണ് എൻ്റെ പ്രശ്നം. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ചെവിയിലും കൂടെ ചെയ്ത് കൊടുത്തേക്കുക, ഇല്ലെങ്കിൽ പിന്നെ ചെവി ഇവിടെ ഇതായിട്ട് വേറെ ഒരു കളറിലിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു. കണ്ടോ, ഇത് ഇത്രയും കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ മേക്കപ്പ് ചെയ്തായിട്ടെന്നാ തോന്നത്തുമില്ല, എന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഫ്രഷ് ലുക്കും വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് ഐബ്രോ ആണ്. എനിക്ക് അധികം ഐബ്രോസ് ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ, ഐബ്രോസ് ഒട്ടുമേ ഇല്ല എനിക്ക്. അപ്പൊ പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഐബ്രോസ് എന്തായിരുന്നിരുന്നാലും ചെയ്യുക. ഐബ്രോസ് അതാണ് നമ്മുടെ ഫേസിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് ഐബ്രോസ്. അപ്പൊ അത് ചെയ്യുക. അപ്പൊ ഐബ്രോസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ എൽഫിൻ്റെ തന്നെ ഐബ്രോ ജെല്ലുണ്ട് കേട്ടോ. ഐബ്രോ ജെല്ല് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലൊരു ബ്രഷ്, ഈ മസ്കാര ബ്രഷ് ഇല്ലേ, അതുപോലത്തെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിത് ഇങ്ങനെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐബ്രോ പെൻസിൽ വേണമെങ്കിൽ പെൻസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തോട്ട് നല്ലതുപോലെ കൊടുക്കുക. ഇതും കൂടെ ഇങ്ങനെ എനിക്ക് ഇങ്ങോട്ട് ഹെയർ വളരെ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടും കൂടെ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഹെയർ ഉള്ളവർ ഈ ഭാഗമാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് പക്ഷെ ഇങ്ങോട്ടും കൂടെ കുറവായതുകൊണ്ട് ഞാൻ അവിടെയും കൂടെ ഒന്ന് ഇത് ചെയ്യുന്നതന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഐബ്രോസ് നല്ല ഇതായില്ലേ, ഷാർപ്പായില്ലേ, കണ്ട. ഇത്രയേ ഉള്ളൂ. നേരത്തെ കുറച്ചൊരു ഗ്രേയിഷ് കളറിൽ ഇരുന്നതല്ലേ, ഇപ്പൊ കണ്ടോ ഇങ്ങനെയായി. എന്നിട്ട് പിന്നെയും നമ്മൾ ഈ ബ്രഷ് തന്നെ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ഈവനാക്കി കൊടുക്കുക. ഇല്ല, അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇതായിട്ടിരിക്കുന്നത് കുറച്ച് സ്പ്രെഡ് ഇതായിട്ടിരിക്കും, ഇങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കത്തില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ ഐബ്രോയുടെ കാര്യം. ഇനി അടുത്തത് നമ്മുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഐ ആണ് കേട്ടോ. ഐ ചെയ്യാനായിട്ട് നോക്കാം. ഐലൈനർ. അപ്പൊ ഐലൈനർ ഞാനത് ലാക്മി അബ്സല്യൂട്ട് ആണ് ഉപയോഗിക്കുന്നത്. ലൈനർ തന്നെ പല കളറിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്, ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ബ്ലാക്ക് ഉപയോഗിക്കുകയാണ്. മേളിൽ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ണ് വരയ്ക്കുന്നത് ഇത്തിരി പാടാണ് ഗൈസ്.
പണ്ട് മുതലേ അങ്ങനെ. അതുകൊണ്ട് സാധാരണ ഞാനിത് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. ആ കണ്ണ് കഴിഞ്ഞു. ഈ കണ്ണും കൂടെ ചെയ്യണം. കണ്ണ് വരച്ചു കഴിഞ്ഞു. കണ്ടോ, ഇത്രയേ ഉള്ളൂ കണ്ണ്. എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് വന്നതാണ്. ഇനി ഉള്ളത് ഐ പെൻസിലാണ്. ഇത് ഹുദ ബ്യൂട്ടിയുടെ ഐ പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഐ പെൻസിൽ കൊണ്ട് നമുക്ക് കണ്ണിന്റെ അകം ഒന്ന് വരച്ചു കൊടുക്കാം. മേൽഭാഗവും കൂടെ വരച്ചു കൊടുക്കണം കേട്ടോ. കണ്ണിന്റെ മേളിലുള്ള ആ ലൈനിലും കൂടെ വരച്ചു കൊടുക്കുക. അപ്പോഴേക്കും എന്താ ഇത്രയായി. അപ്പോഴേക്കും തന്നെ നമ്മുടെ കണ്ണ് നല്ല ഇതായി ഉണ്ടോ. ഇതായി, കണ്ണ് നല്ല ഇതായി. അയ്യോ, ഞാന് ഇത് മറന്നുപോയി ഗൈസ്, ഐ ഷാഡോ ഇട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളെപ്പോഴും ഐ വരയ്ക്കുന്നതിന് കണ്ണ് വരയ്ക്കുന്നതിന് മുന്നായിട്ട് ഐ ഷാഡോ ഇടണം കേട്ടോ. ഐ ഷാഡോ ഇട്ടിട്ടേ നമ്മളിത് ചെയ്യാവുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. ഇതാണ് കേട്ടോ എൻ്റെ ഐ ഷാഡോ പാലറ്റ്. മോർഫിൻ്റെ ആണ്. ഇതും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പാലറ്റ്. ഇതില് ഞാനിപ്പോ കുറച്ചൊരു ഡാർക്ക്, നമ്മൾ എപ്പോഴും ഐ ചെയ്യുമ്പോൾ ഡാർക്ക് അറ്റത്തും അതിൻ്റെ കുറച്ചും കൂടെ ലൈറ്റ് സെന്ററിലും ഏറ്റവും ഈ ഭാഗത്തായിട്ട് കുറച്ച് ലൈറ്റും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് തന്നെയാണ്. ഇതാ ഈ കളറാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ കളറ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഈ ഭാഗത്തുണ്ട്. ഇവിടെ കുറച്ച് കൂടിപ്പോയി. അപ്പൊ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഫിംഗർ കൊണ്ട് ഒന്ന് ഇതാക്കുക. എന്നിട്ട് അതിൻ്റെ നിന്നും കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഈ സെന്റർ ഭാഗത്ത് അപ്ലൈ ചെയ്യാണ്. അത് അപ്ലൈ ചെയ്തു. ഇവിടെയും കൂടെ അപ്ലൈ ചെയ്തേക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇവിടെ കാണുന്നില്ല. എന്തായിരുന്നാലും ഞാനിതാ ഈ ഒരു ഇതിലേത് ഷെയ്ഡ് കൊടുക്കാൻ, ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇത് കൊടുക്കുക. അത് കുറച്ച് ലൈറ്റാണ് കേട്ടോ, കാണുമ്പോൾ അങ്ങനെ തോന്നുന്നെങ്കിലും അത് ഞാൻ ഈ അറ്റത്ത് കൊടുക്കുകയാണ്. അത് കുറച്ചൊരു ഗ്ലിറ്ററിങ് ഷെയ്ഡും കൂടെയാണ്. അപ്പോൾ അത് ഞാൻ ഈ അറ്റത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തു കേട്ടോ. അത് മൂന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പം അത് ഇതായി. ഇവിടെയും ഞാൻ അതുപോലെ ചെയ്യാണ്.
ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട്. അപ്പോൾ ഈ 3 കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പം എൻ്റെ ഐലൈനർ കുറച്ച് പോയതുപോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതല്ല, ബ്രൗൺ ആണ് കിട്ടിയത്. ഇതൊന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഐലൈനർ പുറത്ത് കാണില്ല. വലിയ കുഴപ്പമില്ല. അത് ഞാൻ ജസ്റ്റ് ഇതാക്കിയതാണേ, മിററിൻ്റെ അടുത്തോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെയായി. ഇനി ചെയ്യേണ്ടത് മസ്കാര. അപ്പം മസ്കാരയും എൻ്റെ കയ്യിൽ ഹുദ ബ്യൂട്ടിയുടെ ഉണ്ട്, മാക്കിൻ്റെ ഉണ്ട്. മാക്കിൻ്റെ ആകുമ്പോഴത്തേലും നമ്മൾ നല്ല തിക്ക് ലൈനായിട്ട് ഐലൈനറായിട്ട് തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ട് മാക്കിൻ്റെ ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇത് ഇങ്ങനെ ഇത് ആക്കുകയാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിററും കൂടെ നോക്കിയില്ലെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മളെ മേക്കപ്പ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ഇമ്പോർട്ടൻസ്, കണ്ണിൽ ഐബ്രോയുമാണ് ഏറ്റവും, ചുണ്ട്, ഇത് 3ഉമാണ് നമ്മളെപ്പോഴും നല്ല ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിരുന്നിരുന്നാലും ഇതുപോലെ മസ്കാര കൊടുക്കുക. മസ്കാര ഇട്ട് കൊടുക്കുമ്പോഴത്തേലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഐലാഷസ് ഇങ്ങനെ നന്നായിട്ട് വിടർന്ന് നല്ലതായിട്ട് ആ ബ്ലാക്ക് കളറിൽ പുറത്തോട്ട് വരുമ്പോൾ കണ്ണ് കുറച്ചും കൂടെ ഇങ്ങനെ പുറത്തോട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. ഇല്ലെങ്കിൽ കണ്ണൊരു ഭംഗി ഉണ്ടാവില്ല. കണ്ണെപ്പോഴും ഉറങ്ങിയതുപോലെ ഇരിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്തു കൊടുക്കുകയാണ്. എനിക്ക് ഐലാഷസും കുറവാണ്. പക്ഷെ ഞാൻ ഈ എന്താ പറയുന്നത്, മറ്റേ ഈ ഫേക്ക് ആയിട്ടുള്ള ഐലാഷസ് വാങ്ങിച്ചൊന്നും വെക്കാറില്ല. എനിക്ക് അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഉള്ളത് കുറച്ച് നമ്മൾ ഇതാക്കി വെക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയും പരിപാടി കഴിഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെയും കഴിഞ്ഞു കേട്ടോ. ഇപ്പം കണ്ടോ, കണ്ണ് കുറച്ചും കൂടെ നല്ലതായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, ഉദിച്ചിട്ടിരിപ്പുണ്ട്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ലിപ്സ്. അപ്പോൾ ലിപ്സിൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നായിട്ട് ഞാനതാ ഒരു ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്യുവാണേ. ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും അത് നമ്മുടെ ലിപ്സിന് അത് നല്ലതാണ്. ഇതാ ലിപ് ബാം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ലിപ്സ് കുറച്ച് മോയിസ്റ്റ് ആവുകയും ചെയ്യും. ലിപ്പിന് വേറെ കേടൊന്നും വരില്ല കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി കമ്പനിയുടെ ലിപ്സ്റ്റിക്സ് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക് ഇടുകയാണ്. അപ്പം ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് എപ്പോഴും ഒരു ലിപ് ലൈനർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ലിപ് ലൈനർ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ലിപ് ലൈനർ അധികം യൂസ് ചെയ്യുന്ന ആളല്ല. എന്നാലും ഞാൻ ഇപ്പോൾ കാണിക്കുന്നതാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെയാണ് ലൈൻ വരയ്ക്കുന്നത്.
ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുള്ള ലൈനറാണ് കേട്ടോ. ഞാൻ വരച്ച് കാണിക്കാൻ വേണ്ടി എടുത്തന്നേ ഉള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്കിൽ തന്നെ ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ഒരു കളർ, ഒരു ഓറഞ്ച് ബ്രൗൺ അങ്ങനെയുള്ളൊരു ഇതാണ്. കളർ പോപ്പിൻ്റെയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇത് കിട്ടത്തില്ല, US നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ തൂത്ത് കൊടുത്തേക്കുക. ഒരുപാട് കളർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാം. എനിക്ക് ഒരുപാട് കളറൊന്നും വേണ്ട. എന്നാല് ഇത് കുറച്ച് കളർഫുൾ ആണ്. കുറച്ച് ഒരു കളർ വന്നു. അതിൽ ഞാൻ ഇനിയിപ്പോൾ ബ്രഷ് ഉണ്ട്, ബ്രഷ് വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് ലിപ്പിന്റെ ബ്രഷാണ്. അത് വെച്ചിട്ട് ഈ എക്സ്ട്രാസ് നമുക്കങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എൻ്റെ നല്ല ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആട്ടോ, ഡ്രൈ ലിപ്സ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസർ എപ്പോഴും എനിക്ക് അപ്ലൈ ചെയ്യണം. ഇത് കണ്ടോ. അപ്പൊ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടു. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടപ്പോഴത്തേലും നമ്മുടെ ഇതൊന്ന് കണ്ടോ, ആ ലിപ്സും കൂടെ നല്ല ബ്രൈറ്റായി നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് എനിക്ക് പൊട്ടൊരു വീക്ക്നെസ് ആണ്. എൻ്റെ മക്കളൊക്കെ പറയാം അമ്മ എന്തിനാ ഈ പൊട്ട് വെക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് പൊട്ട് ചെറുപ്പത്തിലെ വെച്ച് ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പൊട്ടും കൂടെ വെക്കുകയാണ് കേട്ടോ. കണ്ടോ, അതും കൂടെ വെച്ചു. ഇപ്പൊ അടിപൊളിയായില്ലേ. ഇനി ഒരു ചെറിയ സംഭവം കൂടെയുണ്ട്. കുറച്ചൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതാ ഹൈലൈറ്റർ ഉപയോഗിക്കാം. ഇത് മാക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമ്മുടെ നോസിൻ്റെ ഈ ഭാഗം, നോസിൻ്റെ ഈ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ, പിന്നെ ഈ ഭാഗം, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം ഇവിടെ നമ്മൾ ചിരിക്കുമ്പോൾ ആ ചീക്ക് ബോൺസ് ഇല്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുക. ഒരുപാട് വേണ്ട, എന്നാലും കുറച്ച്. എന്നിട്ട് ഇവിടെയും കൂടെ കുറച്ച് നെറ്റി, അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്. കോണ്ടോറിങ് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടൊരു ഇത് ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കോണ്ടോറിങ് ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഇത്രയായി. ഇനി ചെയ്യാവുന്നത് ഒരു ജസ്റ്റ് നമുക്കൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷും എൽഫിൻ്റെ അല്ല നിക്സിൻ്റെ തന്നെയാണ്. അത് ഇങ്ങനെ ഒന്ന് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെയും കൂടെ നമ്മുടെ ചീക്ക് ബോൺസിൽ തന്നെ അതും അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പൊ അതിനും ഞാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ഇതാ, ഇത്രയേ ഉള്ളൂ മേക്കപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇനി തലയൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തലയും കൂടെ, മുടിയൊക്കെ ഭയങ്കര കുറവാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ക്യാൻസർ ഒക്കെ വന്നു പോയതിന് ശേഷം എനിക്ക് മുടി, പണ്ട് എനിക്ക് കുറച്ച് തിക്നെസ് കുറവാണ്. ഈ ക്യാൻസർ വന്നു പോയതിന് ശേഷം ഒട്ടും മുടിയില്ല. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. കണ്ട, അപ്പൊ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ ഫേസും നേരത്തെ എൻ്റെ ഫേസുമായിട്ട് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് കമന്റിലൂടെ ഒന്ന് മറുപടി തരണേ. അപ്പൊ മുടി കോതിയാലും ഒത്ര ചീകിയായിരുന്നിരുന്നാലും ശരിയാവത്തില്ല. കാരണം അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, ഇപ്പോഴേ എങ്ങനെയുണ്ട്, ഇതാണ് എൻ്റെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഗെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഇത് കുറച്ച് മീഡിയം മേക്കപ്പ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോയും ഞാൻ ഇട്ടേക്കാം. അപ്പം ബിഫോറും ആഫ്റ്ററും നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് മേക്കപ്പ് എന്ന് നിങ്ങൾ എനിക്ക് കമന്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. ലൈക്സ് ആണ് ഏറ്റവും വലിയ, എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.